ഉഷ്ണെന്നും ശീതമെന്നും രണ്ട് വീര്യത്തിലുള്ള സസ്യങ്ങളും വൃക്ഷലതാദികളുമാണ് ഇവിടെ വളരുന്നത്. അതിൽ ഉഷ്ണവീര്യം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നാണ് ഇതിൻ്റെ ശക്തി ഗ്രഹിക്കുന്നത്. അതുപോലെ ചന്ദ്രനിൽ നിന്നാണ് ശീതവീര്യം ഗ്രഹിക്കുന്നത്. സൂര്യന് ഉഷ്ണകിരണമെന്നും ചന്ദ്രന് ശീതകിരണമെന്നും. അതുകൊണ്ട് ഇതിലുള്ള ഫലങ്ങളോ അതുപോലെ ഇലകളോ അല്ല അതിലുള്ള വേരിൻ്റെ അംശമോ അല്ലെങ്കിൽ അതിൻ്റെ തൊലിയുടെ അംശമോ ആ ഗുണം സൂര്യനിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ വലിച്ചെടുക്കുന്ന ഗുണം ഈ സസ്യം നമുക്ക് അറിഞ്ഞിട്ടോ അറിയാണ്ടോ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഗ്രഹാധീനം ജഗത്, സൂര്യനെയും ചന്ദ്രനെയും പോലെ ബാക്കിയുള്ള ഗ്രഹങ്ങൾക്കും ഈ വൃക്ഷങ്ങളായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അന്തസ്സാരാൻ ജനേതി രവിഹി, ഈ കാതൽ പ്രധാനമായിട്ടുള്ള തടി പ്രധാനമായിട്ടുള്ള വൃക്ഷങ്ങളുടെ കാരകൻ സൂര്യൻ തന്നെയാണ്. ഇതിൻ്റെ സൂര്യൻ്റെ ശക്തി നേരെ വലിച്ചെടുത്ത് അത് ചന്ദനം പോലെ സുഗന്ധം ഉണ്ടാക്കാനോ തേക്കിനെ പോലെ ഈട് നിർത്താനോ വീട്ടിനെ പോലെ വളരെ ഭംഗിയും ഈടുറപ്പും നിലനിർത്താനോ സൂര്യനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. സൂര്യൻ്റെ ശക്തി അത് വലിച്ചെടുത്തിട്ട് സസ്യപ്രധാനം അന്തസ്സാരാൻ ജനേതി രവിഹി, അന്തസ്സാര പ്രധാനം തടിപ്രധാനമായിട്ടുള്ള വൃക്ഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ചന്ദ്രൻ ഉണ്ടാക്കുന്നത് ക്ഷീരോപേതാൻ തുഹിനകിരണ, പാലുള്ള വൃക്ഷങ്ങൾ പ്രധാനമായിട്ട് നാൽപ്പാമരങ്ങളെ കുറിച്ചിട്ട് പറയുന്നതിൽ അത്തി ഇത്തി ആല് അരയാല് ഇങ്ങനെയുള്ള വൃക്ഷങ്ങളിലെല്ലാം ക്ഷീരപ്രധാനമായിട്ടുള്ള വൃക്ഷങ്ങളാണ്. ക്ഷീരപ്രധാനമായിട്ടുള്ള വൃക്ഷങ്ങൾ ഇതിൻ്റെ ശൈത്യം, ആലിൻ്റെ ചോട്ടിൽ നിന്നാലുണ്ടാവുന്ന ശൈത്യം, ചന്ദ്രൻ്റെ കിരണങ്ങളെ കൊണ്ട് ഉണ്ടാവുന്ന ശൈത്യം നമ്മൾ ശരിക്കും അനുഭവിക്കാൻ പറ്റും ഒരാലിൻ്റെയോ ഒരു അരയാലിൻ്റെയോ ചോട്ടിൽ നിന്നാൽ. ആ ഒരു സുഖം ചന്ദ്രനിൽ നിന്നാണ് കിട്ടുന്നത്. ജീവിതാവസാനം വരെ നശിക്കാത്തൊരു ബോധമാണ് സൗന്ദര്യബോധം. അതെത്ര പ്രായമായാലും ഇത് നിലനിൽക്കണേ എന്നാണ് നമ്മളുടെ പ്രാർത്ഥന. സുന്ദരിമാർക്കും സുന്ദരന്മാർക്കുമൊക്കെ ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അത് നിലനിർത്താനുമുള്ള ചില പൊടിക്കൈകളുണ്ട് ഇന്നത്തെ ജീവിതധാരയിൽ. ഒരു ഔഷധ സസ്യമാണ് തെച്ചി എന്നത്. തെച്ചിയുടെ വേര്, ഇല, പൂവ് ഇവയെല്ലാം ഔഷധത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. തെച്ചി എന്നത് ഒരു രക്തശുദ്ധികരമായിട്ടുള്ളതും അതുപോലെ ത്വക്ക് രോഗങ്ങൾ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഔഷധമാണ്. തെച്ചി, ചെത്തി, തെറ്റി, ചെക്കി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഈ പൂവ് ഭാരതീയ ദേവതാ പൂജകളിലും ആചാരങ്ങളിലും ഒഴിച്ചുകൂടാനാവില്ല. പ്രത്യേകിച്ചും ദേവീപൂജകളിൽ അർച്ചനയ്ക്കായി ദേവിയുടെ ഇഷ്ടവർണ്ണമെന്നറിയപ്പെടുന്ന ചുവപ്പ് വർണ്ണമുള്ള ഈ പൂവ് പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്നു. ദേവപാദങ്ങളിൽ അർച്ചിക്കാൻ ഉപയോഗിക്കുന്നതിനിടയിൽ സാമീപ്യം കൊണ്ടും സ്പർശനം കൊണ്ടും ഈ പൂവിൻ്റെ അപൂർവ ഔഷധവീര്യം നമ്മുടെ കോശങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. തെച്ചിയുടെ വേര് ചതച്ച് കഷായമായിട്ട് അവ അകത്തേക്ക് കഴിക്കാനും അതുപോലെ തന്നെ ക്ഷാളനത്തിനായിട്ടും ഉപയോഗിക്കുന്നു. വ്രണങ്ങളെ അതിദുഷ്കരമായിട്ടുള്ള വ്രണങ്ങൾ പൊറുക്കുന്നതിനും അതുപോലെ ചൊറിച്ചിരങ്ങ് മുതലായവ ശമിക്കുന്നതിനുമെല്ലാം ഈ തെച്ചിയുടെ വേര് വെന്ത വെള്ളം കഷായം ആയിട്ട് അകത്തേക്ക് കഴിക്കുന്നതിനും അതുപോലെ ക്ഷാളനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നതും വളരെ ഫലപ്രദമാണ്. ഇനി തെച്ചിയുടെ വേര് തന്നെ മോരിലരച്ച് തെച്ചിയുടെ വേര് നല്ല വടിയെ അരച്ച് മോരിൽ കലക്കി സേവിക്കുന്നത് ഗ്രഹിണി, അതിസാരം മുതലായിട്ടുള്ള രോഗങ്ങളിൽ വളരെ ഫലപ്രദമാണ്.
തെച്ചിപ്പൂവ് കാച്ചിട്ട് വെളിച്ചെണ്ണ തേക്കുക. അതുപോലെ അല്ല അതും ഈ രക്തശുദ്ധി വരാൻ നന്നായിട്ടാണ്, രക്തത്തിന് ശുദ്ധി വരാൻ നന്നായിട്ടുള്ള ഔഷധമാണത് തെച്ചിപ്പൂവ്. അകത്ത് കഴിക്കാനുണ്ട്. അതിൻ്റെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് അതെല്ലാം ചേർത്ത് കഷായങ്ങളുണ്ടാക്കി കൊടുക്കാറുണ്ട്. കരപ്പൻ മുതലായിട്ടുള്ള തൊലിപ്പുറമുള്ള അസുഖങ്ങൾ. പുഷ്പമാണ്. തെച്ചി 4 തരത്തിലുണ്ട്. എന്നാലും ഔഷധത്തിന് ചുവന്ന തെച്ചിയാണ് പ്രധാനം. തെച്ചി പ്രമേഹത്തിന് വളരെയധികം ഫലപ്രദമായ ഒരു മൂലികയാണ്. തെച്ചി കഷായം വെച്ച് കഴിച്ചാൽ സപ്തരാത്രപ്രയോഗാൽ എന്നാണ് പറയുന്നത്. 7 ദിവസം തെച്ചിപ്പൂവ് കഷായം വെച്ച് കഴിച്ചാൽ പ്രമേഹത്തിന് നല്ലതാണ്. അല്ലെങ്കിൽ അരച്ചും കഴിക്കാം. 7 ദിവസം കൊണ്ട് പ്രമേഹം മാറും എന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് അത് കഴിക്കാൻ ഒരു മോഹം തോന്നും. എന്നിരുന്നാലും ഈ പ്രമേഹ ചികിത്സയിൽ തെച്ചിപ്പൂവ് മാത്രമാണ് ഒരു ഔഷധം എന്നാരും ധരിക്കരുത്. തെച്ചി ഏറ്റവും പ്രധാനമായ ഔഷധമാണെന്നേ ധരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് മറ്റുള്ള ഔഷധങ്ങളും തെച്ചിപ്പൂവിനോടൊപ്പം കഴിച്ചാൽ അതിൻ്റെ ഫലം ശതഗുണീഭവിക്കും. പിന്നെ തെച്ചി ഉപയോഗിക്കുന്നത് ത്വക്ക് രോഗങ്ങൾക്കാണ്. കാലിന്മേൽ ഉണ്ടാകുന്ന എക്സിമയ്ക്ക് തെച്ചി വേര് പച്ചവെള്ളത്തിൽ അരച്ച് പുരട്ടിയാൽ ആ തൊലി പോയി കറുത്ത തടിച്ച ആ ചൊറി നല്ല അവനവൻ്റെ സ്വന്തമായ തൊലിയുടെ നിറം വരും. അങ്ങനെ നോക്കുമ്പോൾ തെച്ചി ഒരു പ്രധാന ഔഷധമാണ് പല രോഗങ്ങൾക്കും. കുട്ടികൾക്ക് തെച്ചി വേരിട്ട് വെള്ളം, തെച്ചിയുടെ ഇല ഇട്ട വെള്ളം ചൊകായിരിക്കും. ആ വെള്ളത്തിൽ കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. തെച്ചിപ്പൂവ് ഇട്ട് തിളപ്പിക്കണം വെള്ളം, എന്നിട്ട് തണുപ്പിച്ചിട്ടാണ് അത് കുട്ടികളെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. തെച്ചി പാരന്ത്യാദി വെളിച്ചെണ്ണയിൽ മുഖ്യമായ ഒരിനം തെച്ചിയാണ്. തെച്ചിപ്പൂവ് ഉപയോഗിച്ച് പല ഔഷധങ്ങളും ആയുർവേദത്തിൽ പിന്നെയും ബാലവൈദ്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട്.